ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എവിടെയാണെന്നല്ല, എന്ത് പൊന്നാനി കടപ്പുറമാണ് കേട്ടോ. മീൻ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് മീൻ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ കുറേ ആൾക്കാരെ കണ്ടില്ലേ, ഇതെല്ലാവരും ഇങ്ങനെ മീൻ ലേലത്തിൽ പിടിക്കാനും മേടിക്കാനും കാണാനും ഒക്കെ വന്ന ആൾക്കാരാണ്. പോരാത്തതിന് നമ്മൾ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് മീനുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാണാനല്ല, മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതാ കുറേ വഞ്ചികൾ വന്ന് നിൽക്കുന്നുണ്ട്. അതെല്ലാതും മീൻ പിടിച്ച വന്ന വള്ളങ്ങളുമാണ്. പിന്നെ ഇനി പോവാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്നതുമാണ് കേട്ടോ. ഇപ്പോൾ കാണില്ലേ, വലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മീനുകളെ പറക്കിയിടുന്നതും പിന്നെ ഇങ്ങനെ കൊട്ടയിൽ നിറയെ മീൻ കൊണ്ടുപോകുന്നതും കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ട്. പിന്നെ അത് ഓരോ സൈഡിലും വലകൾ കൊടുത്തിട്ട് അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ പെട്ടതുണ്ടാവില്ലേ, അതിനൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സ്ഥലത്താണ് ലേലം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ ഈ കാണുന്ന ആ ഭാഗമാണ് ഹാർബർ. ഈ കൊണ്ടുവന്നത് മീനുകൾ വലിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അത് വലയിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഒരു ബോട്ട് പോവാൻ വേണ്ടി നിൽക്കണു. അവിടുന്ന് കുറേ ബോട്ടുകൾ വരണു. ഭയങ്കര രസമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീൻ കിട്ടുക എന്നുള്ളൊരു സന്തോഷം, പിന്നെ മീൻ എങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്ന കാണുന്നൊരു സന്തോഷം കൂടിയാണ് കേട്ടോ. വെയിലാണ് മക്കളെ, കണ്ണൊന്നും തുറക്കാൻ വയ്യ കേട്ടോ. അമ്മ ഹെൽമെറ്റ് ഊരിയിട്ടും കൂടി ഇല്ല. ഞാൻ പിന്നെ നമുക്ക് വീഡിയോ കൂടി എടുക്കണ്ടല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ. കണ്ണൊട്ടും തുറക്കാൻ പറ്റാണ്ടാണ് ഞാൻ നിൽക്കുന്നത്. കണ്ട മത്തിയല്ല, ഇതൊരു തരം പലവക പോലത്തെ ഒരു മീനാണ് കേട്ടോ. പിന്നെ മത്തി ഉണ്ട്, പക്ഷെ മത്തി മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. മത്തിക്ക് ഭയങ്കര റേറ്റ് ആയിരുന്നു, അപ്പോൾ അത് മേടിക്കാൻ പറ്റിയില്ല. ഈ 2 കൊട്ട നിറയെ മത്തിക്ക് 5000 രൂപയ്ക്കാട്ടോ ലേലത്തിലൊക്കെ കൊണ്ടുവന്നത്. പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പൈസയൊക്കെ കുറയും കേട്ടോ. ഇങ്ങനെ മത്തി എന്നല്ല, നമ്മൾ കുറച്ച് മീനൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. മിസ് ചെയ്യാണ്ട് ഈ വീഡിയോ കണ്ടോളൂ കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ അടുത്തടുത്ത് മെല്ലെ പോവാട്ടെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ചമ്മല, ഇനി അവരെന്താ വിചാരിക്കാൻ കരുതിയിട്ട്. എന്നാലും ഞാൻ അവിടെ അടുത്തൊക്കെ പോയിട്ട് കുറേ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലയിൽ നിന്ന് ഇങ്ങനെ മീനുകളെ കഷ്ടപ്പെട്ടൊക്കെ പാടാണ് കേട്ടോ. ഈ വലയിൽ നിന്ന് ഇങ്ങനെ മീനുകൾ എടുത്ത് ഇങ്ങനെ ഇടാൻ. അപ്പോൾ എന്തായാലും ഞാൻ നോക്കി ഇവരെങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ കുറേ മത്തി ഈ കാണുന്ന സ്ഥലത്ത് ഭയങ്കര ലേലം വിളിയാണ് കേട്ടോ. ഞാൻ സൗണ്ടൊന്നും വെക്കണില്ല. അപ്പോൾ ലേലം വിളിച്ചിട്ട് കൊണ്ടുപോകാനും ആൾക്കാരുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തേക്ക്. പിന്നെ ഇതാ കുറേ ബോട്ടുകൾ വരുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ. പിന്നെ മുകളിൽ കുറേ പരുന്തോളും കാക്കോളൊക്കെ പറക്കണു. പിന്നെ ഞാൻ പറഞ്ഞാൽ നേരത്തെ ഒരു വലിയൊരു കെട്ട് കൊടുന്ന് വെച്ചിട്ടില്ലേ, ആ മീനാണ് കേട്ടോ. അത് ഫുള്ള് മത്തിയാണ്. മത്തി ഇതൊന്നും പറയണ്ട, തടിച്ച് വലിയ മത്തികളാട്ടോ. പിന്നെ കുറേ കൊട്ടയിൽ ഇങ്ങനെ ഇരിക്കണ മീനുകളാണ് നമ്മൾ മേടിക്കുക കേട്ടോ. ഓരോന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇരിക്കണ മീനുകളും മേടിക്കുക. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ലാഭമായിട്ടിരിക്കുന്നത് കുറച്ചും കൂടി അടുത്തിരിക്കുന്ന കൊട്ടയിലുള്ള മീനാട്ടോ. അപ്പോൾ അവരിങ്ങനെ ആദ്യം 500 എന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങനെ കുറച്ച് 250 രൂപ വരെ ആവും കേട്ടോ. ഈ ഒരു കൊട്ടയിലുള്ള നമ്മുടെ നത്തളാണ് മേടിച്ചത്. അപ്പോൾ പിന്നെ കുറേ ഞണ്ടുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഞണ്ടൊക്കെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. എനിക്കൊരു ഫുഡ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഞണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ കുറച്ച് മേടിച്ചു. ഈ കാണുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തോട്ടോ. വീഡിയോ എടുത്തോളാനും അവരവരുടെ മീനിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടൊക്കെ ചെയ്തോട്ടോ, കാണിച്ചിട്ടൊക്കെ ചെയ്തു. അങ്ങനെ നല്ലൊരു ചേട്ടന്മാരായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിലത്തെ 2 ഞണ്ട് എടുത്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തോട്ടോ. ഭയങ്കര വലിയ ഞണ്ടാണ് കേട്ടോ. നമുക്കൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടി ചെറിയ ഞണ്ടായിരിക്കില്ലേ, നല്ല ഫ്രഷാണ്, കടലിൽ നിന്ന് പിടിച്ചു കൊടുന്നതാണ്. ഇതിലൊരു കെമിക്കലും ഒന്നും ഇടാത്ത ഞണ്ട് കേട്ടോ. അതിനൊന്നും ഒരു മണം കൂടി ഇല്ല. നല്ല ഫ്രഷ് മീനിൻ്റെ മണമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇതാ കുറേ ഞണ്ട്. ഈ കാണുന്ന നത്തലാണ് 250 രൂപയ്ക്ക് മേടിച്ചിട്ടോ. നമ്മൾ മൊത്തം 500 രൂപയ്ക്ക് മീൻ മേടിച്ച് അത് ഒരാഴ്ചത്തോളം നമുക്ക് ഓടും. കാരണം ഒരുപാട് മീനുണ്ട്, കഴിച്ചാലും തീരില്ല. പിന്നെ നത്തലൊക്കെ നന്നാക്കാനുള്ളൊരു പണിയേ ഉള്ളൂ. പക്ഷേ അത്രയും ഫ്രഷ്, കാരണം ഒരു കെമിക്കലും ഒന്നുമില്ലാണ്ട് പിടിച്ചു കൊടുന്ന മീനാണ്. അത്രയും ഫ്രഷാണ്. വേഗം നമ്മൾ നന്നാക്കി എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതാ ഞണ്ട് തിന്ന് കുറച്ച് മേടിച്ചു കേട്ടോ ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട്. എന്താ ഇത്ര അധികം നത്തലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചത്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി നമ്മളിങ്ങനെ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കവറൊക്കെ ആയിട്ട് പോകണം. പിന്നെ അവിടെ ജീപ്പേ ഒന്നുമില്ല, നമ്മൾ കുറച്ച് പൈസ കയ്യിൽ ചില്ലറയായിട്ട് തന്നെ കരുതണം. പിന്നെ ഈ കാണുന്ന കുറേ ചേട്ടന്മാരില്ലേ, അവരൊക്കെ നമ്മുടെ ചാനൽ ഏതാണെന്നും അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ അവർ കാണുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ എടുക്കുമ്പോൾ അവർ കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ആ ചേട്ടൻ നമ്മുടെ ഞണ്ടൊക്കെ എടുത്ത് കാണിച്ച് തരാം കേട്ടോ അവരെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവരുടെ വീഡിയോ എല്ലാം പകർത്തി. ഹാർബറിലേക്ക് വന്ന് മീൻ മേടിക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് വന്നിട്ടാണ് മേടിക്കേണ്ടത്. ഇവിടെയാണ് ഈ മീനിൻ്റെ ബോട്ടുകളെല്ലാം വന്ന് നിൽക്കട്ടെ. നമ്മളെപ്പോലെ ഒരുപാട് പേര് ഇതുപോലെ മീൻ വന്ന് മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ഈ കാണുന്ന അറ്റത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് മീനുകളൊക്കെ കയറ്റി കൊണ്ടുപോകലും ഐസിടലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്.